കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിധികർത്താവ് PN ഷാജിയെ SFI സംഘം ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നൃത്താധ്യാപകർ. SFI നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഹോക്കി സ്റ്റിക്കും ബാറ്റും കൊണ്ടും മർദ്ദിച്ചതായും നൃത്താധ്യാപകനായ ജോമറ്റ് ആരോപിച്ചു. കോഴക്കേസിൽ 2-3 പ്രതികളായ ജോമറ്റ്, മൈക്കൽ, സൂരജ് എന്നിവർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗമായ അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു തുടർച്ചയായ വിചാരണയും മർദ്ദനവും അവഹേളനവും നടന്നത്. മാർഗംകളി വിധികർത്താവ് ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാണെന്ന് നൃത്ത പരിശീലകരായ ജോമറ്റ്, അഡ്വക്കേറ്റ് സോനു ശ്രീകുമാർ എന്നിവർ പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ സെനറ്റ് ഹാളിലും കോളേജിലെ തന്നെ ഇടിമുറിയിൽ വെച്ചുമാണ് മർദ്ദനം നടന്നത്. മർദ്ദനം തുടർന്നപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഷാജി പറഞ്ഞിരുന്നു. തങ്ങളെയും SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നുവെന്നും മർദ്ദിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും നൃത്താധ്യാപകർ പറഞ്ഞു. അയാളെ ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഹോക്കി സ്റ്റിക്ക് ഇത്യാദി മാരകായുധങ്ങൾ ആ റൂമിന്റെ അകത്തുണ്ടായിരുന്നു. ഈ അഞ്ജുവിന്റെ നേതൃത്വത്തിൽ നന്ദൻ, അക്ഷയ്, വിമൽ വിജയ് ഇത്രയും പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു 60-70ഓളം ആൾക്കാർ അഞ്ജുവിന്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ ചെയ്തത്. നന്ദനായിരുന്നു ഉപദ്രവിച്ചതിന് വേറൊരാളാണ്. ഞങ്ങൾ ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് ഒന്നും ഉണ്ടായില്ല. ഇവിടെ നിന്നെയൊക്കെ തല്ലിക്കൊന്നാലും ഒന്നും സംഭവിക്കില്ല എന്നാണ് അഞ്ജു പറഞ്ഞത്. കേരള സർവകലാശാല കലോത്സവത്തിൽ ഉയർന്ന കോഴ ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയ നൃത്താധ്യാപകൻ ഷാജി പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. SFI ജില്ലാ പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ നന്ദന്റെ പരാതിയിൽ ഷാജി അടക്കം 3 പേരെ പ്രതികളാക്കി കേസെടുക്കുകയായിരുന്നു. ജനം, കൊച്ചി.